ഹലോ ഞാൻ ഉണ്ണികൃഷ്ണനാണേ. നാമക്കൽ ദണ്ഡിഗൽ ഹൈവേയിലുള്ള അടയാർ ആനന്ദ് ഭവൻ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് അടയാർ ആനന്ദ് ഭവനിൽ നിന്ന് കഴിക്കുന്നത്. ഒന്ന് കോയമ്പത്തൂർ പോയപ്പോൾ കഴിച്ചതാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല സ്പേസ് ഉണ്ട്, നല്ല ആംബിയൻസ് ഉണ്ട്. ഉച്ച ആയതിനാൽ തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് ഊണിൻ്റെ ആ ഒരു തിരക്കിലാണ് അവിടുത്തെ ജോലിക്കാരെല്ലാവരും. അപ്പോൾ ഞാനൊരു ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടുത്തെ ഒരു താലി മീൽസാണ് പറഞ്ഞത്. താലി മീൽസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ അവരൊരു പ്രസൻറ്റേഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കറികളുണ്ട്. പരിപ്പ്, അപ്പളം, സാമ്പാർ, തൈര്, ചമ്മന്തി, തോരൻ, രസം, ഒരു കൂട്ടുണ്ട്, പിന്നെ കൂട്ടുകറിയുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചപ്പാത്തി തന്നെ കഴിച്ചു. ചപ്പാത്തിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു കറി തന്നെ അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് റൈസ് വന്നു. തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വൈറ്റ് റൈസാണുള്ളത്. ഇത് പരിപ്പാണ് കേട്ടോ. അതായത് കീര ഇല ഇട്ടിട്ടുള്ള പരിപ്പാണ്. അതിൽ ചന്നയെല്ലാം കിടപ്പുണ്ട്. വൈറ്റ് റൈസും പരിപ്പും അപ്പളവും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കഴിച്ച കേട്ടോ. നമ്മൾ സാധാരണ കഴിക്കുന്ന ആ ഒരു പരിപ്പിൻ്റെ ടേസ്റ്റ് അല്ല, ഒരു തമിഴ്നാട് സ്റ്റൈൽ പരിപ്പ് എന്ന് വേണം പറയാൻ. നല്ല രുചിയുണ്ടായിരുന്നു. പിന്നെ കട്ടച്ചമ്മന്തി ഉണ്ടായിരുന്നു. കട്ടച്ചമ്മന്തിയും പരിപ്പിനും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചു. അടാറായിരുന്നു കേട്ടോ. പിന്നെ സാമ്പാർ, അതായത് നമ്മുടെ സ്പെഷ്യൽ സാമ്പാറാണ്. തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ സാമ്പാർ പ്രത്യേകം എടുത്ത് പറയേണ്ട ടേസ്റ്റ് ആയിരിക്കും എന്നെനിക്കറിയാം. എങ്കിലും അടയാർ ആനന്ദ പോലെ സാമ്പാർ എങ്ങനെയുണ്ടെന്ന് കഴിച്ചപ്പോഴേ വേറൊരു ലെവലായി. ഊണിൻ്റെ കൂടെ ഒരുപാട് കറികൾ അവർ വിളമ്പിയിട്ടുണ്ട്. എല്ലാ കറിയും നല്ല രുചിയായിരുന്നു. പിന്നെ വൈറ്റ് റൈസിൻ്റെ കൂടെ എപ്പോഴും ഒരു കോമ്പിനേഷൻ സാമ്പാറിന് പുറമെ തൈരും രസമാണ്. അത് രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കട്ടച്ചമ്മന്തിയും കൂടെ ചേർത്ത് കഴിച്ചു കേട്ടോ. ആ ഒരു രസമൊക്കെ വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ആ തൈരിനൂടെ കഴിച്ചപ്പോൾ ഒരു രക്ഷയിലായിരുന്നു കേട്ടോ. അവസാനം നല്ലൊരു പാൽപ്പായസം കൂടെ കുടിച്ചു.